ഇന്നലെ നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്ത വന്നു. പലരും ഈ ബോട്ടും കപ്പലും ഇറക്കാനായിട്ട് ശ്രമങ്ങൾ തുടങ്ങി എന്നുള്ളത് മാത്രമല്ല, ഇതുവരെ അടിച്ച് കൊണ്ടുവന്ന ബോട്ടായിരിക്കത്തില്ല, അതിഭീകരമായ ബോട്ടുകൾ ഇറക്കും. അപ്പം നമ്മൾ എന്തായാലും ഈ ബോട്ട് യൂട്യൂബിലുണ്ടോന്ന് അറിയാൻ വേണ്ടി ടൈറ്റാനിക് ഈ ഒരു സോഫ്റ്റ്വെയർ അങ്ങോട്ടൊന്ന് യൂട്യൂബിലോട്ടൊന്ന് ലോഡ് ചെയ്ത് കൊടുത്ത സമയത്ത് ഈ ബോട്ടിന്റെ കഥ വെളിയിൽ വന്നു. നമ്മൾ 1 ലക്ഷം കടന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ജീവനുള്ള 1,12,000 ആളുകളിലേക്ക് ജീവനുള്ള പ്രേക്ഷകർ. അപ്പോൾ ശരിക്കും കണ്ടില്ലേ, ഒരു കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ ബോട്ട് ഇറക്കിയ സമയത്ത് ഒറ്റ പോക്കായിരുന്നു, ഇങ്ങനെ അങ്ങ് പോകാം. സാധാരണ ഗ്രാഫൊക്കെ പോകുന്ന പോക്ക് കണ്ടാലേ നമ്മൾ ഞെട്ടിപ്പോകും. 1000-8,000 ആകുന്നു, 8,000-80,000 ആകുന്നു, അങ്ങനെ പോയിരുന്നു. അത് അപ്പോൾ സോഫ്റ്റ്വെയർ പറയുന്നത്, നമ്മളോട് പറയുന്നു, ദിസ് ഈസ് സസ്പീഷ്യസ് അർജ്, സംശയാസ്പദമായ കയറ്റമാണിത്. ദിസ് ഈസ് അപ്പൊ ഈ ബോട്ട് ഇറക്കി ചിരിക്കുമായിരിക്കും. നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ അറിയാത് എന്നുള്ളത്. വെണ്ടക്ക അക്ഷരത്തിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ എഴുതി വെച്ചിരിക്കുകയാണ്. കഴിയുന്നു. ഇനി 24ലേക്ക് വരുന്നു. ജീവനുള്ള ചാടി നിൽക്കുന്ന കണ്ടല്ലേ, വളരെ പതുക്കെ സാവധാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ അവിടെ വന്നിരിക്കുന്നത് അറിയുമോ, എന്തർജെന്നാ കാണിച്ചിരിക്കുന്നത് അവിടെ? സസ്റ്റൈനബിൾ അർജ്, അതായത് സ്വാഭാവികമായിട്ടുള്ള അർജ്. അപ്പൊ എന്തായാലും സോഫ്റ്റ്വെയറിനെ കളിപ്പിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ ബോട്ട് ഇറക്കുന്ന ചേട്ടന്മാരെല്ലാം മനസ്സിലാക്കിക്കോളൂ, യു ആർ ഡൂയിങ് എ സസ്പീഷ്യസ് അർജ് ഇൻ ദ യൂട്യൂബ്. ഗൂഗിൾ ഇരിപ്പുണ്ട്. ഗൂഗിൾ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ചില ബോട്ടുകൾ ഗൂഗിൾ തന്നെ മറിക്കാനും സാധ്യത കാണുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കൂടുതൽ വരുന്നില്ല. കാര്യം ഇതൊന്നും മര്യാദയല്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അവർക്ക് വിട്ടേക്കാം. ഇവിടെ കള്ളവില്ല, വ്യാജമില്ല, കപടമില്ല, ബോട്ടില്ല, ഒന്നുമില്ല. ആത്മാർത്ഥതയുള്ള വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രേക്ഷകർ. ഭഗവതി എന്ന് പറയില്ലേ, വിളിച്ചാൽ വിളി കേൾക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിളിക്കാം. ഷെബീർ മണ്ണാർക്കാടേ, മിനി ബാബു, സുലൈമാൻ അബ്ദുൽ ഖാദർ, നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സുലൈമാൻ അബ്ദുൽ ഖാദർ, ആൽഫ, ബീറ്റ, ഇഷ്ടംപോലെ പ്രേക്ഷകരോട് പറയാനാണ് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെന്നും സുബേർ ചോദിക്കുന്നുണ്ട്, എസ്കെൻ താങ്കൾക്ക് എന്താണ് വയസ്സാകാത്തതെന്ന് അതൊന്ന് പറഞ്ഞു തരും. അതൊക്കെ വലിയ പാടല്ലേ. രാവിലെ 5 മണിക്ക് പുട്ടിയിടാൻ തുടങ്ങിയതാണ്. എത്ര മണിക്കൂറെടുത്ത് നമ്മുടെ മേക്കമാൻ പാട് വിട്ടു. നമ്മൾ ഈ വീടുകൾക്ക് വൈറ്റ് വാഷ് ചെയ്തില്ലേ, അതുപോലെ സാധനം എടുത്ത് ഇങ്ങനെ അടിക്കുമായിരുന്നു പുള്ളി കംപ്ലീറ്റ്. അവിടെ പൂവച്ചൽ ഖാദറിന്റെ നാട്ടിൽ പൂവച്ചൽ ജംഗ്ഷനിൽ ഒരു വലിയ സ്ക്രീനിൽ നമ്മൾ 24 വെച്ച് ആൾക്കാർ കണ്ടു ഒരു പടമൊക്കെ എടുത്ത് അയച്ചു തരുന്നുണ്ട്. നാടിന്റെ നാനപ്പോ പൂവച്ചൽ തൊടുപുഴ അല്ലസ കോളേജിന് മുന്നിൽ ഒരു സ്ക്രീനിൽ 24 വെച്ച് കാണുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത് അവിടെ നേമത്ത് 6764 വോട്ട് ശിവൻകുട്ടി ജയിക്കുന്ന പറയുന്നത്. അണ്ണൻ പറയുന്നത് നേമത്ത് മാത്രമല്ല, ഭരണ തുടർച്ച ഉറപ്പിക്കൂടി രാവിലെ ഉറപ്പിക്കണം അണ്ണൻ. നമ്മുടെ ശിവൻകുട്ടി ഇങ്ങനെ ഒരു പ്രവചനം നടത്താനുള്ള കപ്പാസിറ്റി എങ്ങനെ വന്നോ എന്തോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.